വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം നമ്മളൊക്കെ അനുഭവിക്കുന്നത് ക്രമരാഹിത്യം, ഡിസോർഡർ. ചെയ്യുന്നതൊന്നും ശരിയാവുന്നില്ല, പദ്ധതികളൊന്നും നടക്കുന്നില്ല. നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ട് കാലെടുത്ത് മുമ്പോട്ട് വെക്കുന്നു, തവിടുപൊടിയായിട്ട് താഴെ വരുന്നു. ഒരുപാട് പേരെ വിശ്വസിക്കുന്നു, ആ വിശ്വസിച്ചവരെല്ലാം പറ്റിക്കുന്നു. നമ്മളെല്ലാം നല്ല രീതിയിൽ ഡിസിപ്ലിൻഡ് ആയിട്ട് നല്ല രീതിയിൽ പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു. പക്ഷെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെ നമുക്ക് അടിയും ഇടിയും തൊഴിയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുക. ഒരുപാട് സങ്കടങ്ങൾ നമ്മളിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാ ചെയ്യും? നമ്മുടെ കുഞ്ഞു ജീവൻ ഉത്തരവില്ല. ഇതൊന്ന് ക്രമപ്പെടുത്താൻ, ഒരു ഓർഡറിലേക്ക് ആക്കാൻ പറ്റുന്നില്ല. ഈ ശൂന്യതയൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഈ അന്ധകാരത്തെ ഒന്ന് മാറ്റി വിശുദ്ധി കൊണ്ട് നിറയാൻ പറ്റുന്നില്ല. ഒറ്റ ഉത്തരം, ആ ഉത്തരം തരാൻ പരിശുദ്ധ അമ്മയെ ഈശോ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഉത്തരം എന്താണെന്നറിയോ? ആ ഉത്തരത്തോടു കൂടി പരിശുദ്ധ അമ്മ സുവിശേഷം അടയ്ക്കുന്നുണ്ട്. സുവിശേഷം അടയ്ക്കുന്നു വെച്ചാൽ പരിശുദ്ധ അമ്മ ബൈബിൾ അടച്ചു വെക്കുന്നൊന്നുമല്ല. സുവിശേഷത്തിൽ പിന്നെ പരിശുദ്ധ അമ്മ സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. പരിശുദ്ധ അമ്മയുടേതായിട്ട് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയ അവസാനത്തെ വാക്യം, അവസാനത്തെ സ്വരം യോഹന്നാൻ 2:5, അവൻ പറയുന്നത് പോലെ ചെയ്യുക.